നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാൻ സാധിക്കാത്ത ഒരു മാസമാണ്. കാരണം അഷ്ടമത്തിലാണ് ചാരവശൽ വ്യാഴം സഞ്ചരിക്കുന്നത്. 12ാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവും ശത്രുസ്ഥാനത്ത് അമൃതവശഖണ്ഡകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. ശത്രുസ്ഥാനാധിപത്യം വഹിച്ചിട്ടാണ് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനക്കുറവ് എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കും, ശത്രുദോഷം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ അലസത വർദ്ധിക്കും, എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം, കുറച്ച് നിരാശയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നിരാശ പോലെയുള്ള കാര്യങ്ങൾ വന്നാൽ തന്നെ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്ന ഒരു അവസ്ഥയാണ്. ശുഭപ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഇപ്പോഴുള്ള ഈ തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറുമെന്നുള്ള ശുഭപ്രതീക്ഷ നിലനിർത്താനുമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചോതി നക്ഷത്രക്കാർ. കാരണം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണെങ്കിൽ പോലും രുചകായോഗവും ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു എന്നീ പറയുന്ന ഗുണങ്ങളുമുണ്ട്. ആദ്യത്തിന് ബുധനും നിപുണായോഗം ചെയ്ത് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ലഗ്നാധിപതി ഭാഗ്യാധിപതിയോട് ചേർന്നാണ്. അപ്പോൾ നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. പക്ഷേ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അതുപോലെയുള്ള പ്രതിസന്ധികൾ തളരുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും എന്ത് പ്രവൃത്തി ചെയ്താലും അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ അനുഭവിക്കാനും രാജാവിനെ പോലെ ജീവിക്കാനൊക്കെയുള്ള യോഗത്തെ ചെയ്തുകൊണ്ട് രുചകായോഗം ചെയ്തിട്ട് 7ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും നന്നായിട്ട് പ്രവൃത്തിയിൽ ഉത്സാഹം വർദ്ധിക്കാനും യോഗമുണ്ട്. അതേപോലെ തന്നെ ഭാഗ്യാധിപതി ബലവാനാണ്. ലഗ്നാധിപതി ഭാഗ്യാധിപതിയോട് ചേർന്ന് യോഗകാരകത്വം വഹിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിന് ആ ഗുണങ്ങളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് 5ാം ഭാവത്തിൽ അലസപ്രേഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരാശ പോലെയുള്ള കാര്യങ്ങൾ വന്നു പോയാൽ, ശുഭപ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണങ്ങളൊന്നും കിട്ടാനുള്ള സാധ്യത ഈ മാസത്തിലില്ല. എന്നാൽ അതേപോലെ തന്നെ ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങൾ അനുഭവിക്കാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. ഇപ്പോൾ തൊഴിലിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട്. നല്ല രീതിയിലുള്ള പരിശ്രമമാണ് ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ വേണ്ടത്. നല്ല ശുഭപ്രതീക്ഷയും നല്ല പരിശ്രമവും ഉണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നേട്ടം കൈവരിക്കാനും ഒക്കെ ചോതി നക്ഷത്രക്കാർക്ക് സാധിക്കും. എന്നാൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ പഞ്ചാക്ഷരി അഷ്ടാക്ഷരി സ്ഥിരമായിട്ട് ജപിക്കുക. ഒരു 108 പ്രാവശ്യത്തിൽ കൂടുതലെങ്കിലും എല്ലാ ദിവസവും ജപിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അതുപോലെ തന്നെ മനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള ചിന്തകളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് ശുഭപ്രതീക്ഷകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ശത്രുസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം ശത്രുദോഷ പരിഹാരം ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതങ്ങൾ അനുഭവപ്പെടുന്നത് കാരണം കൊണ്ട് സഹായികളുടെ പെരുമാറ്റങ്ങൾ അപ്രിയമായിട്ട് തോന്നുകയും സഹായികൾ അകന്നു പോവുകയും ചെയ്യാനിട വരും. കാൽപാദത്തിന് വേദന ഉണ്ടാകാനും അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം നല്ല പ്രാർത്ഥനയും വഴിപാടുകളുമാണ്. വിഷ്ണു ക്ഷേത്രത്തിലുള്ള പ്രാർത്ഥന തന്നെയും വഴിപാടും തന്നെയാണ് പ്രധാനം. ദൈവാധീനം വന്നാൽ തന്നെ വർദ്ധിച്ചാൽ തന്നെ മേൽ പറയപ്പെട്ട ദോഷങ്ങൾക്കൊക്കെ പരിഹാരം വന്ന് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ദശാസംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ദശാസംബന്ധമായിട്ടും കൂടി ദോഷമാണെങ്കിൽ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകും. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല പ്രാർത്ഥന, വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുകയും എല്ലാ ദിവസവും ഒരു 108 കൂടുതൽ പഞ്ചാക്ഷരി അഷ്ടാക്ഷരി ജപിക്കുന്നൊരു സ്വഭാവവും ശീലമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ ജൂൺ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ചോതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.